വൃന്ദാവനത്തിലെത്തി അവസാന ദിവസം. വൃന്ദാവൻ ചന്ദ്രോദയ മന്ദിറിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അവസാനത്തെ ദിവസവും അവിടെ തന്നെ അവസാനിപ്പിക്കാന്ന് കരുതി. രാവിലെ 7:30 ആയപ്പോഴേ അവിടുത്തെ പൂജയ്ക്ക് ഞാൻ എത്തി. ഇവരെ ആഘോഷിക്കുന്ന കാണുമ്പോഴേ എന്തെന്നില്ലാത്ത സന്തോഷം. ഇവരുടെ നൃത്തത്തിലൂടെ തന്നെ കൃഷ്ണൻ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നരസിംഹ പൂജയ്ക്ക് ഞാൻ നമുക്കും പൂജാരിയോടൊപ്പം തന്നെ പൂജ ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. 2 വരിയുടെ ഒരു മന്ത്രമാണെങ്കിൽ പോലും അതവിടെ പേപ്പറിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ട് പൂജ ചെയ്ത എല്ലാവർക്കും അവരിത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നാട്ടിലെ അമ്പലങ്ങളില് പൂജാരി മാത്രം പൂജ ചെയ്ത സ്ഥലത്ത് നമ്മളെ അതിന്റെ പാർട്ടാക്കുന്ന കണ്ടപ്പോ വല്ലാത്തൊരു സന്തോഷമായി. ഭഗവാന് നേരിട്ട് നമ്മൾ തന്നെ പൂജ ചെയ്യുന്നുണ്ട് എന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. വൃന്ദാവൻ ചന്ദ്രോദയ മന്ദിറിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതെന്തായാലും മറക്കരുത് കേട്ടോ. ഈ ഒരു നരസിംഹ പൂജ 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് തന്നൊരു സമാധാനം അതിനെ മറികടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭഗവാന് ചാർത്തിയ പൂവ് എനിക്ക് തന്നെ കിട്ടി. അവിടുന്ന് ഒരു പായസം കിട്ടി. അവിടുന്ന് ഞാൻ നേരെ പോയത് വൃന്ദാവൻ ചന്ദ്രോദയ മന്ദിറിലെ തന്നെ ഗോശാലയിലേക്കായിരുന്നു കേട്ടോ. ചാണകത്തിൽ മെഴുകിയെടുത്ത ആ വോളൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് ശർക്കരയും വെള്ളവുമായിരുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കഴിച്ചാൽ ഇത്രയധികം തണുപ്പ് നമ്മുടെ ഉള്ളിലേക്ക് കയറും എന്നൊന്നാണ് കേട്ടോ മനസ്സിലായത്. എന്താണെങ്കിലും നിറഞ്ഞ മനസ്സോടെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ വൃന്ദാവനിൽ നിന്ന് യാത്ര പറയാൻ പോകുന്നത്. പോകുന്നതിന് മുന്നേ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വീണ്ടും പർച്ചേസ് ചെയ്യുകയും ചെയ്തു. തിരിച്ച് ഞാൻ നാട്ടിലെത്തിയെങ്കിലും എൻ്റെ മനസ്സ് ഇപ്പോഴും വൃന്ദാവനിൽ തന്നെയാണ്.